പൂരം കൊടിയേറാറായി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ലോഞ്ചിങ് ഇനി ഒരു ദിവസം കൂടി. നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് നാളെ ഷൂട്ട് ആരംഭിക്കും. നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതൽ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും കണ്ടു തുടങ്ങാം. ഹോട്ട്സ്റ്റാറിൽ 24/7 ഉണ്ട്. സീസൺ 6 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൻ പ്ലാനിങ്ങോട് കൂടിയാണ് ബിഗ് ബോസ് ടീം ഇത് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. ഇന്നാളുണ്ട്, ഇന്നാളില്ല എന്നൊക്കെ വരുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് നമുക്ക് ഞായറാഴ്ച ഷോ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ബിഗ് ബോസ് കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്. മറ്റുള്ള സീസണുകളെല്ലാം കണ്ടിട്ട് ഇന്നതുപോലെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന കണ്ടസ്റ്റൻസിനെല്ലാം പണി കിട്ടുന്ന രീതിയിൽ എന്തോ ഒരു വെൽ പ്ലാനിങ് ബിഗ് ബോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് അറിയണമെങ്കിൽ ഞായറാഴ്ച ആവണം. ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരെല്ലാവരും കയറണം. അത് കഴിഞ്ഞിട്ടുള്ള നീക്കങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് എന്താണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പ്ലാനിങ് എന്നല്ല. ബിഗ് ബോസ് സീസൺ 1 മുതൽ സീസൺ 5 വരെ കണ്ടവരായിരിക്കും ഈ പോകുന്നതിൽ എല്ലാവരും. ചിലരൊക്കെ പറയും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ പറയും ഞാൻ മറ്റേത് കണ്ട് മറ്റേ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് പഠിച്ചു പോകുന്നവർക്ക് ഒരു 8ന്റെ പണി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ സീസൺ ഒരു ആവറേജ് സീസൺ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയുള്ള സീസൺ നല്ല ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നും ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു വിജയമായിരിക്കണമെന്നും ആ ടീമിന് ഒരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ആ ഉദ്ദേശത്തോടെ ആയിരിക്കാം ബിഗ് ബോസ് ഇനി മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരായ നമ്മൾക്കും അതൊരു ചേഞ്ച് ഉണ്ടാക്കും. മിക്ക പ്രൊമോകളിലും കഴിഞ്ഞതിന് മുമ്പ് വന്ന പ്രൊമോകളിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു ഹിന്റുകൾ വെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ മിക്ക പ്രൊമോസും കുറച്ച് പ്രൊമോസേ വന്നുള്ളൂ എങ്കിലും ആ 1-2 പ്രൊമോസ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്തോ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒന്ന് മാറ്റി പിടിച്ചാലും ഒന്ന്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന ആളുണ്ട്, ഇന്ന ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ച് ഡമ്മി ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ബിഗ് ബോസിന്റെ ആദ്യത്തെ കളി. ഈ സെലക്ട് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ കുറച്ച് ഡമ്മി ആൾക്കാരെയും ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരോട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്, നിങ്ങൾ ഷോയിലില്ല, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, അവരെ അതുപോലെ തന്നെ അയക്കും. അതിൽ തന്നെ ബിഗ് ബോസ് വലിയൊരു സസ്പെൻസ് വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ നമ്മൾ കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന 3, 4, 5 പേരേ ഉള്ളൂ. അതിൽ ഞാൻ അറിഞ്ഞതിൽ എനിക്ക് കൺഫേം ആയിട്ടുള്ളത് ജാസ്മിൻ ജാഫർ, ശരണ്യ ആനന്ദ്, പിന്നെ നമ്മുടെ ഉപ്പുമുളകിലെ ഋഷി, പിന്നെ 2 കോമണേഴ്സ് ആവും, നമുക്ക് എല്ലാവർക്കും പരിചിതമായി, അവരുടെ പ്രൊമോ ഒക്കെ വന്നിരുന്നു. പിന്നെ അപ്സര ആൽബിൻ, ആ സ്വാന്തനം സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന അപ്സര എന്നിവരാണ് എനിക്ക് കൺഫേം ആയിട്ട് ഒരു 95% ഉറപ്പിക്കാൻ കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയത്. ബാക്കിയുള്ളവരെല്ലാം അവിടെ കുറെ പേര് ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നവരെല്ലാം അവിടെ ഉണ്ട്. കൂടുതൽ പേരുണ്ട്. ഒരു 85% ആൾക്കാരും അവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇവരാരും ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ആയിരിക്കാം എല്ലാവർക്കും കൺഫർമേഷൻ കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എത്ര പേര് കറക്റ്റായിട്ട് ഹൗസിനുള്ളിലേക്ക് പോകുമെന്ന് ആർക്കും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശനിയാഴ്ച ഷൂട്ട് നടക്കുന്ന ശനിയാഴ്ച ലാലേട്ടൻ ഓരോരുത്തരായിട്ട് കയറ്റി വിടുമ്പോൾ മാത്രമേ ഒരു 100% കൺഫേം ആവുകയുള്ളൂ. അതുവരെ ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും ഇന്നയാൾ പോയി ഇന്നയാൾ വന്നു എന്നൊക്കെ പറഞ്ഞു വരും. അത് സാധാരണയാണ്. പക്ഷെ എന്നാലും എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ബിഗ് ബോസുകളെ എല്ലാം അപേക്ഷിച്ച് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കേസുകളൊക്കെ വെളിയിൽ പോയി റിസൾട്ടിന് മുമ്പേ ഇവിടെ അറിയുമായിരുന്നു ഇന്ന ആള് പുറത്തായി, അല്ലെ ഇന്ന ആൾ അകത്തോട്ട് പോയി, ഇത്രയും പേര് അകത്തോട്ട് പോയി എന്നൊക്കെ. കഴിഞ്ഞ സീസണിലായിക്കോട്ടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവർ കൂടുതൽ പേരൊന്നും അകത്തോട്ട് ഹൗസിനുള്ളിലോട്ട് കയറിയിട്ടില്ല. പിന്നീട് അവിടെ ഉള്ള മെമ്പേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവിടെ ക്രൂവുമായിട്ട് ബന്ധമുള്ളവരൊക്കെ അവിടുന്ന് പുറത്താകുന്നത് ആരാണ് ഓരോ ആഴ്ചയിലും എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. പലർക്കും അതറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതുപോലും വളരെ ഗൗരവമായി തന്നെയാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഹസ്യ സ്വഭാവമുള്ള ഒരു ഷോ ആയിട്ട് തന്നെ കൊണ്ടുപോകാനും അതിന്റെ എപ്പിസോഡുകളിൽ മാത്രം എന്താണ് സംഭവിച്ചെന്ന് അറിയാനുമുള്ള അവരുടെ ഒരു നീക്കം നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ എത്ര മൂടി വെച്ചാലും ചിലതൊക്കെ വെളിയിൽ വരും.
അത് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ചെറുതായിട്ടൊക്കെ ആണെങ്കിലും വെളിയിലേക്ക് അറിയാൻ പറ്റും. 100% അറിയാൻ പറ്റുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നാലും മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതുപോലെ ടാസ്കുകളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഉറങ്ങാൻ പോകുന്നവർക്കും അവിടെ പോയി ഗെയിം കളിക്കാത്തവർക്കും എല്ലാം 8ന്റെ പണി വെച്ചിട്ടുണ്ട് എന്നാണ് ചെറിയൊരു സോഴ്സ് വഴി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇതെല്ലാം 100% കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് സൺഡേ എപ്പിസോഡ് മുതലേ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ഒരു നല്ലൊരു സീസണ് വേണ്ടി ഈ രഹസ്യ സ്വഭാവം അങ്ങനെ ബിഗ് ബോസ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പോയ കണ്ടസ്റ്റൻസ് ഇതിനകത്ത് നിന്ന് കൺഫേം ആയ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടുതൽ പേരും PR-നൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കാമല്ലോ പോകുന്നത്. അതുപോലെ തന്നെ കോമണേഴ്സ് ആയിട്ട് പോകുന്ന റസ്മിൻ പോകുമ്പോഴേ ഇവിടെ ഗ്രൂപ്പൊക്കെ റെഡിയായി ആക്റ്റീവായി തുടങ്ങി, ഇൻസ്റ്റയിൽ പേജൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് നമ്മളുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അവിടെ വന്നിട്ട് ഒരാഴ്ച ഗെയിം കണ്ടിട്ട് നമ്മൾ ഒരാളെയും നമ്മൾ വിലയിരുത്തരുത്. ഗെയിം കാണുക, കണ്ടിന്യൂ. സത്യം പറഞ്ഞാൽ ഈ ഗെയിം ഒന്ന് വിലയിരുത്തണമെങ്കിൽ ഒരു 12 ആഴ്ചയോളം മേളിലേക്ക് പോകണം. എന്നാലേ നമുക്ക് ഈ ഗെയിമിന്റെ ഗെയിം കളിക്കുന്ന ആരാണെന്ന് കൃത്യമായി വിലയിരുത്താൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കേറി ഇന്ന ആള് നല്ലതാണ്, ഞങ്ങൾ ഇന്ന ആളുടെ ആളാണ് എന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഒരു ഇതില് ആരും പോയി വീഴരുത്. കാരണം പിന്നെ അവര് ഗെയിം കളിക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടിയാലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ അവർ മടിക്കുന്ന ഈ സപ്പോർട്ട് ചെയ്തവർ മറ്റുള്ള നല്ല കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ട് ഓരോ എപ്പിസോഡുകളും ബിഗ് ബോസിന്റെ ഓരോ അപ്ഡേഷൻസും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കും.